സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആകാനും ഒക്കെ സഹായിക്കുന്ന പാക്കാണിത്. നമ്മുടെ ചർമ്മത്തിന് യാതൊരു വിധത്തിലുള്ള ഡാമേജും ഉണ്ടാക്കില്ല. ചർമ്മം നല്ല ഈർപ്പമുള്ളതായിരിക്കാനും നല്ല ബ്രൈറ്റ് ആയിരിക്കാനും സോഫ്റ്റ് ആയിരിക്കാനും സഹായിക്കുന്ന ഒരു ബനാന ഫേസ് പാക്ക് ആണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു ബനാന ഫേസ് പാക്ക് ഏത് തരം സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിൻ വളരെ സോഫ്റ്റും അതുപോലെ തന്നെ സ്മൂത്തും ആകുന്നതും അതുപോലെ നന്നായിട്ട് ഈർപ്പമുള്ളതുമാകുന്നതും ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ബനാന ഫേസ് പാക്ക് തയ്യാറാക്കുക എന്നും ഉപയോഗിക്കുക എന്നും നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ചേരുവയാണ് പഴം. നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഒരു പഴം അരിഞ്ഞു വെച്ചതാണിത്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. മിക്സ് ആക്കാൻ ആവശ്യമായ അളവിലുള്ള പാലെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഏകദേശം ഒരു ചെറിയ 2 സ്പൂൺ അളവിനുള്ള കടലമാവാണ്. അതുകൂടി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പൊ നമ്മളിവിടെ പഴം നന്നായിട്ട് അരച്ച് ഈ ഒരു പാകത്തിനാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പഴം ഈ ഒരു ബൗളിലേക്ക് എടുത്തു കൊടുക്കുകയാണ്. ഈ പഴത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിൽ അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ ചർമ്മത്തിലെ വരകളും ചുളിവുകളും ഒക്കെ കുറയും. അതുപോലെ തന്നെ ചർമ്മത്തെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് പഴം അരച്ച് ഈ ഒരു പാകത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. കടലമാവ് ഒരു ചെറിയ സ്പൂണിന്, അതായത് ഇപ്പം നമ്മളിത് ഇളക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സ്പൂണിന് ഒരു 2 സ്പൂൺ കടലമാവാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ കടലമാവ് നമ്മുടെ ചർമ്മത്തിലെ അഴുക്കും അമിത എണ്ണയും ഒക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാൽപ്പൊടിയാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 2 സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമുക്കെല്ലാം നല്ല തിക്കായിട്ട് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാരണ പച്ച പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, തിളപ്പിച്ച പാൽ ഉപയോഗിക്കേണ്ട. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഒരു പാക്കിന്റെ പ്രത്യേകത ഏത് തരം സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത്. ഈ പഴം കൊണ്ടുള്ള ഫേസ് പാക്ക് ഒക്കെ നമ്മുടെ ചർമ്മത്തെ നല്ല ഗ്ലോയിങ് ആക്കും, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിലും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. ചർമ്മത്തിൽ അമിതമായിട്ട് ഓയിലി ആകാത്ത രീതിയിൽ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ്. അപ്പോൾ ആവശ്യത്തിന് പാല് വീണ്ടും ചേർത്ത് കൊടുത്ത് ഇളക്കുക. അപ്പം നമ്മുടെ ഫേസ് പാക്ക് നല്ല പാകത്തിന് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിലുണ്ടായിരുന്ന മുഴുവൻ പാലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിക്സാക്കാൻ ആവശ്യമായ അളവിലുള്ള പാൽ ഒഴിക്കാം, കുഴപ്പമില്ല. ഈ പാലൊക്കെ നന്നായിട്ട് ചർമ്മം ക്ലെൻസ് ആകാനും അതുപോലെ മോയ്സ്ചറൈസ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പാൽപ്പൊടി എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസറാണ്. ഇതിലുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ ചർമ്മത്തെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, അതുപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആകാനും സഹായിക്കുന്ന ഒരു പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആകാനും ഒക്കെ സഹായിക്കുന്ന പാക്കാണിത്. നമ്മുടെ ചർമ്മത്തിന് യാതൊരു വിധത്തിലുള്ള ഡാമേജും ഉണ്ടാക്കില്ല. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറാണ്. ഈ പാക്ക് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്ത് മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇത് മുഖത്ത് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റാം. ചർമ്മം ഒട്ടും ഓയിലി ആകാത്ത രീതിയിൽ ചർമ്മത്തെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാക്ക്. അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടാണ് സ്കിൻ ഇരിക്കുന്നത്. കുറച്ചു കാലം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ സ്കിൻ ബ്രൈറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളും ഈ ഒരു ബനാന ഫേസ് പാക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.